അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഇന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകാൻ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകണം. അപ്പം എൻ്റെ ബ്രദർ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരുങ്ങി നിൽക്കി ഇപ്പോൾ വരും, പെട്ടെന്ന് ഒരുങ്ങ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇതുവരെ കണ്ടില്ല. ഞാൻ ഇവിടെ പുട്ടിയടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10-20 മിനിറ്റായി. അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കാമെന്ന്. അപ്പോൾ അവൻ വന്നിട്ട് പോണ വീഡിയോ, അവിടുത്തെ വീഡിയോ. ഓക്കെ, കുറേ നേരം കൊണ്ട് ഇവിടെ നിൽക്കണം. ഞാൻ ചെറുക്ക ഇതുവരെ വന്നില്ല. ഞാൻ ഇപ്പം ഇതാണ് എവിടെ 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 അല്ല, ഇതാണ് എൻ്റെ അമ്മാമ്മ. എൻ്റെ അമ്മാമ്മ അല്ല, അമ്മ എൻ്റെ അമ്മ. പറ ഹായ് പറ. ഹായ് ഹായ്. ഇങ്ങനെ കാണുന്നതെന്നല്ല, ഭയങ്കര പാവനമാണ്. അവര് മോളെ ഒന്നും പറയാൻ പറ്റൂല. പക്ഷെ എന്നെ എന്ത് വേണോ പറയാ, എന്തൊരു ചെയ്താലും എന്നെ മാത്രം കുറ്റം പറയും. അവര് മോള് പെർഫെക്റ്റ്. ഇങ്ങനെയൊക്കെയാണ് ഗായ്സ് ഇവിടുത്തെ അവസ്ഥ. പറയണ്ട, പറയാതിരിക്കണ നല്ലത്. എൻ്റെ അമ്മേനെ കാണിച്ചു തരാം. അതായത് നേരത്തെ അവിടെ ഇരുന്ന ആ സാധനത്തിന്റെ മോള്. അമ്മ അമ്മ ഇങ്ങോട്ട് നോക്ക്. അമ്മ ഇങ്ങോട്ട് നോക്ക്. എവിടെ? ഹായ് പറ. ഞാൻ വരതന്നൂർ പോണം. എന്തെങ്കിലും കൊണ്ടുവരണോ? പിന്നെ ഇത് എവിടാ? ഓ, ഇതാണ് ഒന്ന് ഇങ്ങോട്ട് വന്നാൽ എന്റെ സാധനങ്ങളെല്ലാം അവർക്ക് വേണം. എന്നിട്ട് പറയണത് ഞാൻ ഒന്നും കൊണ്ടു കൊടുക്കണില്ല, ഞാൻ ഒന്നും കൊണ്ടു കൊടുക്കില്ല, അവരൊക്കെ സാധനം എടുത്തോണ്ട് പോകണമെന്ന്. സത്യം പറഞ്ഞാൽ എന്റെ എല്ലാം ഇവരാണ് കൊണ്ടുപോകണത്. എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ പറയും അതെടുത്തുണ്ടോ അതെടുത്തുണ്ടോ അതെടുത്തുണ്ടോ. കഴിച്ചോണ്ട് അവനാണ് അവന്റെ ശകടത്തി വരണം. ഇവൻ കുറെ നേരം കൊണ്ട് എൻ്റെ അടുത്ത് ഒരുങ്ങാൻ പറയുകയാണ്. പക്ഷെ അവൻ മറന്നില്ല. അപ്പൊ വന്ന് കാഴ്ച. ഇതാണ് അവൻ, ഇവനാണ് അവൻ. സമയം 10:07. ഇതൊക്കെ ഇതെല്ലാം അവരുണ്ടാക്കി കാഴ്ച. മീൻകറി, ചോറ്, കിഴങ്ങ്, പിന്നെ ഇത് നല്ല എന്തെങ്കിലും ഇത് അച്ചാർ. ചിരിക്കാട്ടാ ചിരി. അടിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ 9 മണിയായിട്ട് ഇവിടെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കണം. അപ്പോൾ സമയം ഉണ്ട് 11:20. ഇപ്പോഴത്തേക്കാണ് പോകാൻ പോകണം. അവൻ വരാം. ഏതാ അത് വഴിയാ പോണത്? അപ്പം ഞാൻ പോണ കാശ് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റൊന്നും വേണ്ട. നമ്മളൊരു മൂട് വഴി കൂടെയൊക്കെയാണ് പോണത്. അവർ ജോലിക്ക് പോകണം. എവിടെയെങ്കിലും പ്രാവശ്യം അവൻ എന്നെ വെള്ളത്തിലാക്കി ജോലിക്ക് പോയിട്ട് തിരിച്ചുവന്ന് എന്നെ വിളിച്ചോണ്ട് പോകുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം എൻ്റെ അടുത്ത് പിന്നെ റോട്ടി ഇറക്കി കളഞ്ഞിട്ട് പോകും. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ വീട് കാശ്. ഇവിടെ ഒരു അമ്പലമുണ്ട് കാശ്. ഞാൻ വന്നിട്ടില്ല കാശ്. നമ്മള് മറ്റേ ആ ഷോർട്ട് കട്ടിൽ കൂടെ വന്നിട്ട് മെയിൻ റോഡിൽ കയറിയിട്ട് ഇപ്പോൾ ഇവിടെ കല്ലൂട്ടാക്കുഴി പാങ്ങോട് റോഡ്. മഴ പെയ്യണ കാശ്. മറ്റാറാമത്തിന് മുമ്പ് മഴയായിരിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. നമ്മളപ്പോൾ അവിടെ ഭരതന്നൂർ സ്കൂളിൽ അവിടെ എത്തി. ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. ഇതാണ് ഭരതന്നൂർ സ്കൂള്. ഞാൻ ഇവിടെ എല്ലാം പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെയാണ് പഠിച്ചത്. ഇതുവഴി പോകുമ്പോഴത്തേക്കാണ് എൻ്റെ ചേട്ടൻ്റെ വീട്. ഇവിടെ ഇങ്ങനെ പോയി ആര് ഇവിടെ അപ്പുറത്താണ്. നമ്മളിങ്ങനെ ഈ റോഡിൽ കൂടെ ഇങ്ങനെ കുറേ മഴ പെയ്യാൻ ഇവിടെ തോടും പുരയും കടലും ഒക്കെ ഉണ്ട് കാശ്. അവിടെ കൂടെ കുറേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കാശ്. അങ്ങനെയൊക്കെ പോയി മഴ പെയ്യണ്. പെട്ടെന്ന് പോകണം. ഞാൻ അതാ നമ്മളെ ചതിച്ചു കാശ്. മഴ പെയ്യണ്. ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്. ആരുണ്ട്? ഉണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ വന്നാൽ എൻ്റെ ചേട്ടൻ്റെ സഹോദരി. ഇത് ചേച്ചീൻ്റെ നാത്ത്. ഇത് ചേച്ചീൻ്റെ നാത്തിന്റെ കൊച്ചി. അല്ലു പറ, എന്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറ. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. ഈ പൂച്ചാനത്തിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ മക്കളെ? മഴയ്ക്ക് ഇപ്പൊ രാത്രി വെച്ച് ഗൈസ് ഫോക്കസ് ആവാനിട്ട് കൊടുങ്കാറ്റ്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇതിപ്പം അങ്ങനെ അത് യൂസ് ആക്കണ്ട. ഞാനിങ്ങ് വന്നതിന് ശേഷം പിന്നെ പുള്ളിയില്ലല്ലോ. അപ്പോൾ
അതാണ് ഇപ്പോൾ അത് യൂസ് ആക്കേണ്ടിയിരുന്നു. ഇവിടെ ഞങ്ങളുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ബീസിൻ്റെ സാധനങ്ങൾ പറയാനുണ്ട്. പിന്നെ ഈ 2 ബുക്കിനെ ആട്ടി ഉണ്ടാക്കി വാങ്ങിച്ചാണ്, പക്ഷേ ഇതുവരെ വാങ്ങിച്ചിട്ടേക്ക്. ഒരു 4:30 ആയപ്പോഴത്തേക്ക് അവൻ പിന്നെ എന്നെ വിളിക്കാൻ വന്നങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ടാ. അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാനായിട്ടാ.